നമ്മുടെ ശരീരപ്രകൃതിയിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ട്. പലപ്പോഴും തടിയുള്ള ആളുകളെ കാണുമ്പോൾ മെലിഞ്ഞ ആളുകൾക്ക് ഒരു ആശ്വാസമാണ്, എനിക്ക് തടിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, ഹാർട്ടിന്റെ റിസ്ക് കുറവായിരിക്കും. എന്നാൽ മെലിഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് നോർമൽ വെയിറ്റ് ഒബീസിറ്റി. സ്കിന്നി ഫാറ്റ് എന്നൊക്കെ പറയും. സ്കിന്നി എന്ന് വെച്ചാൽ മെലിഞ്ഞ ആളുകളായിരിക്കും, പക്ഷേ അവരുടെ ശരീരത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഉദാഹരണം നല്ല ഭംഗിയുള്ള ഒരു വീട് പോലെയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല പെയിന്റ് ആണ്, നല്ല ഭിത്തികളാണ്, ജനലുകളാണ്, പക്ഷേ ഇതിന്റെ അടിത്തറ മുഴുവൻ ചിതലരിച്ചിട്ടുണ്ടാവും. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഭിത്തികളാണ്. ഇതുപോലെയാണ് നോർമൽ വെയിറ്റ് ഒബീസിറ്റി ഉള്ള മെലിഞ്ഞ വ്യക്തികൾ. അവരുടെ ആരോഗ്യത്തിന്റെ അടിത്തറ ഇളകിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് വരുന്ന ഒന്നാമത്തെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാവില്ല എന്നുള്ളതാണ്. തടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ചൊരു കരുതലുണ്ടാവും, ഇടയ്ക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്യും, ഡോക്ടറെ കാണിക്കും, ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഒക്കെ വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. എന്നാൽ മെലിഞ്ഞ വ്യക്തികൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ ഇതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യമായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു അറ്റാക്കൊക്കെ ആയിട്ടായിരിക്കും. ഇവർക്ക് വരുന്ന രണ്ടാമത്തെ വലിയ പ്രശ്നം സാർക്കോപീനിയ എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ശരീരത്തിലെ മാംസപേശികളുടെ അളവ് വളരെ കുറവായിരിക്കും. മാംസപേശികൾ കുറയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാനുള്ള അവരുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി കുറവായിരിക്കും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. ഇതിന്റെ കൂടെ കൊഴുപ്പ് കൂടെ വരുമ്പോൾ വളരെ ഡേഞ്ചറാണ്. മൂന്നാമത്തെ പ്രശ്നം അതാണ്, വിസറൽ ഫാറ്റ് ഈ പറയുന്ന വ്യക്തികൾക്ക് വളരെ കൂടുതലായിരിക്കും. സാധാരണ തടിയുള്ള ആളുകളുടെയൊക്കെ കൊഴുപ്പ് തൊലിക്കടിയിൽ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് പുറത്തേക്ക് കാണും, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് അതിന് പറയാം. എന്നാൽ ഈ മെലിഞ്ഞ ആളുകളുടെ കൊഴുപ്പ് തൊലിയുടെ അടിയിൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ പുറമേക്ക് കാണില്ല, പക്ഷേ അവയവങ്ങൾക്ക് ചുറ്റും ഒതുങ്ങിയിരിക്കുന്ന കൊഴുപ്പ് കട്ടകളുണ്ടാവും, വിസറൽ ഫാറ്റ്. ഇത് സജീവമായിട്ടുള്ള ഒരു ഫാറ്റാണ്. ഇതിനകത്തുനിന്ന് നീർക്കെട്ടുണ്ടാക്കുന്ന പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് അപകടമാണ്. ഇവരുടെ നാലാമത്തെ പ്രശ്നം മെറ്റബോളിക് സിൻഡ്രോം ഇവർക്ക് വരും എന്നുള്ളതാണ്. സാധാരണ മെറ്റബോളിക് സിൻഡ്രോം ആയിരിക്കും അവർ നല്ല അമിതവണ്ണമുള്ള ആളുകൾക്കാണ്. എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? ഷുഗറിന്റെ തുടക്കം, BP കൂടുക, ട്രൈഗ്ലിസറൈഡ് കൂടുക, ഫാറ്റി ലിവർ വരിക, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു അവസ്ഥയാണ്. ഒരു തടിയുള്ള ആളെ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ ഊഹിക്കുകയും ചെയ്യും. എന്നാൽ മേൽ പറഞ്ഞ മെലിഞ്ഞ ആളുകൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവാറുണ്ട്. ഇവരുടെ അഞ്ചാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ മോശമായിരിക്കും. മെലിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ധൈര്യത്തിൽ അവർ വാരി വലിച്ച് എന്തും കഴിക്കും. കാരണം തടി കൂടില്ല. എക്സർസൈസ് ചെയ്യാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, കാരണം തടി കുറക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മെലിഞ്ഞിരിക്കുകയാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ നോർമൽ വെയിറ്റ് ഒബീസിറ്റി സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇതിൽ ജനിതകം ഒരു ഘടകം തന്നെയാണ്. പ്രായം കൂടുമ്പോൾ ഇത് സംഭവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് എടുക്കുന്നവരുണ്ട്. കുറച്ച് കാലം ഡയറ്റ് ചെയ്ത് തടി കുറക്കും, പിന്നെ വീണ്ടും മാറും, പിന്നെ തടി കുറക്കും. അതുപോലെ സ്ഥിരമായിട്ട് ഉറക്കക്കുറവുള്ളവർക്കും സ്ട്രെസ് ഉള്ളവർക്കും ഇത് സംഭവിക്കാം. ഇനി നിങ്ങൾ ഒരു മെലിഞ്ഞ വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് നോർമൽ വെയിറ്റ് ഒബീസിറ്റി ഉള്ള ആളാണോ എന്ന് തിരിച്ചറിയാം? ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഡെക്സാ സ്കാൻ ആണ്. ഈ സ്കാൻ ചെയ്യുമ്പോൾ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, മസിൽസ് എത്രയുണ്ട്, എല്ലിന്റെ ഡെൻസിറ്റി എത്രയുണ്ട്, വിസറൽ ഫാറ്റ് എത്രയുണ്ട് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഒരു കുഞ്ഞു രൂപമാണ് BIA സ്കെയിലുകൾ. പല വീടുകളിലും ജിമ്മുകളിലൊക്കെ BIA തൂക്കം നോക്കുന്ന മെഷീനുകൾ കാണാം, അതിനകത്ത് ഇത് തെളിഞ്ഞു വരും. പക്ഷേ അതത്ര കൃത്യമാണെന്നില്ല. ഇങ്ങനെ നമ്മുടെ ബോഡി ഫാറ്റിന്റെ പെർസെന്റേജ് 35% കൂടുതലാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കരുതണം, 25% കൂടുതലാണെങ്കിൽ പുരുഷന്മാരും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പല ആളുകളുടെയും അരവണ്ണം മാത്രം ചിലപ്പോൾ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അവർക്ക് വലിയ സ്ട്രെങ്ത്തും ഫിറ്റ്നസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 10 പുഷപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല, 1 മിനിറ്റ് പ്ലാങ്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ടുണ്ടാവും, ഷുഗർ കൂടാൻ റെഡിയായി നിൽക്കുന്നുണ്ടാവും, HSCRP കൂടിയിട്ടുണ്ടാവും. ഇനി ഇങ്ങനെയുള്ളവർ എന്ത് ചികിത്സയാണ് ചെയ്യുക? വെയിറ്റ് കുറക്കാണോ വേണ്ടത്? അല്ല, ഇവർ ചെയ്യേണ്ടത് ബോഡി റീകോമ്പോസിഷൻ ആണ്. എന്ന് വെച്ചാൽ ബോഡിയിലെ മസിൽ കൂട്ടുക, അതേസമയം കുറച്ച് ഫാറ്റ് കുറയ്ക്കുകയും ചെയ്യുക. അതിനായിട്ട് ചെയ്യേണ്ടത് ആഴ്ചയിൽ 4 ദിവസം മസിൽ ബിൽഡിംഗ് എക്സർസൈസുകൾ ചെയ്യുക, വെയിറ്റ് ലിഫ്റ്റിങ്ങുകൾ ചെയ്യുക. രണ്ടാമതായിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക. ഏകദേശം 1 gram per kilogram വെയിറ്റ് പ്രോട്ടീൻ വേണം ഓരോ ദിവസവും.